ഹലോ ഗൈസ്, നിങ്ങൾ റോസ് മിൽക്കിൻ്റെ ട്രസ്റ്റ്ലെസ് കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ചുമ്മാ പറയുന്നതല്ല, ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതിനായിട്ട് റോസ് മിൽക്കിൻ്റെ സ്പോഞ്ച് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഒരു ബൗളിൽ ഇറക്കി വെച്ചിട്ട് ഈ റോസ് മിൽക്കിൻ്റെ ആ ഒരു സീക്രട്ട് മിൽക്ക് അതാണ് ഒഴിച്ചേക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞുതരാം. അതിനകത്ത് ഫ്രഷ് ക്രീമും പിന്നെ നമുക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് കണ്ടൻസ് മിൽക്കും പിന്നെ പാലും പിന്നെ കുറച്ച് റോസ് മിൽക്കിൻ്റെ ആ മിക്സുമാണ് ചേർത്തേക്കുന്നത്. ഇത് ഞാൻ ചേർത്തേക്കുന്നത് 1:1:1 റേഷ്യോയിലാണ് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നല്ല കട്ടിയായിട്ടുള്ളൊരു പാല് കിട്ടും. കണ്ടോ, ഇത് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അത് വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് പിന്നെ നമ്മുടെ ക്രീമിൽ കുറച്ച് റോസ് മിൽക്കിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ക്രീം തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതും അങ്ങ് മേളിൽ ഒരു ലെയർ നൈസായിട്ടൊരു ചെറിയ ലെയറും കൊടുക്കുക. അതും കൂടി കൊടുത്തിട്ട് കുറച്ചൊന്ന് ഡെക്കറേഷൻ ഒരു മിനുക്ക് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേളിൽ ഈ സിറപ്പാണ് ഒഴിച്ചേക്കുന്നത്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഡൈല്യൂട്ട് ചെയ്ത് എടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. സെറ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഇത് ഫുള്ളായിട്ട് ആ സിറപ്പ് ആ കേക്ക് അങ്ങ് സോക്ക് ആവും. ഭയങ്കര ടേസ്റ്റാണ്. ഇത് സെയിൽ ചെയ്യാനും ഭയങ്കര നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. എല്ലാവരും വീട്ടിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാട്ടോ. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. ഇവിടെ എല്ലാവർക്കും റോസ് മിൽക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം കേട്ടോ. ബൈ ബൈ.